വെൽക്കം ബാക്ക് ടു ചാനൽ റേഡിയോ മതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ പെരുന്നാൾ ദിവസമായിട്ടാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് എൻ്റെ വാങ്ങി ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോയി എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. എൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം വൈകി നീക്കാൻ. അപ്പം അങ്ങനെയൊക്കെയാണ്. അമിമോൾ നല്ല പണി കോസ്റ്റ്യൂം ഇതാക്കണം. ഷൂവൊക്കെ ഊരിയാണ്. ഷൂരാൻ പാടില്ല അമ്മയെ പിച്ചി കളിക്കാം. എൻ്റെ കോസ്റ്റ്യൂം ഇതാക്കണം. പാകിസ്ഥാൻ ചുരിദാറാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞങ്ങളെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ ഒറ്റ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വീട്ടിൽ കാണിക്കാൻ അമ്മയോളല്ല, അമ്മയുടെ കുഞ്ഞി വയറൊക്കെ കാണും. അവിടെ ചെറിയ കുക്കറൊക്കെ കാണില്ല. ഈ പെരുന്നാള് എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ആദ്യം പള്ളിയിൽ പോയി വന്ന് പൂച്ചക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഇന്നലെ ആമിമോക്ക് കുറച്ച് വട്ടായിരുന്നു കേട്ടോ. ഒരു പിരി ആളങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര 12 മണി വരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ തന്നെ പേടിച്ചു കഴിഞ്ഞ് എന്തിനുള്ള ആക്റ്റീവ് ആണാവോ, തുച്ചിയിലും വരുമോ കരച്ചിൽ വരുമോ എന്നൊക്കെ കേട്ടോ. അപ്പൊ അതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ടീഷർട്ട് ഇട്ടിട്ടില്ല. പള്ളി പോയി പെട്ടീന് ചൂട് ഭയങ്കര ചൂടായിട്ട് കൂടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പോവാണെങ്കിലും കാരണം എപ്പോഴും വീട് ചൂടല്ല ഉള്ളിട്ട് കണ്ട. പിന്നെ ടീഷർട്ട് ഈ കുടുക്ക അയച്ചിടാതിട്ടോ. കാരണം നെക്ക് ഫുൾ നെക്കാണ് വരുന്നത്. ഈ ടീഷർട്ട് ഇങ്ങനെ നല്ല ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. കോട്ടാണ് എടുത്ത് തോന്നിക്കും. അപ്പൊ എല്ലാവരും ഞാൻ ചുരിദാർ ഇട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയുക. ഞങ്ങളെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എല്ലാവരും അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ ഗായ്സ് നമ്മൾ വീട്ടിലെത്തി നേരെ ചോറുന്നു കേട്ടോ. എല്ലാവരും ചോറുന്നു. നമ്മൾ കുറച്ച് നേരം വൈകിയെന്ന് പറഞ്ഞല്ലോ. കുറച്ച് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. തലേന്ന് കുറച്ച് ഉറക്കം വെച്ചിനി. അപ്പോൾ ഇതൊക്കെ ചോറൊക്കെ എടുത്ത് നമ്മളിത് ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയും ബീഫ് പൊരിയായിരുന്നു കേട്ടോ. പിന്നെ സലാഡ, തൈര്, പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക ഇനിയിപ്പോൾ എന്താ പറയുക ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വായിൽ കിട്ടണില്ല. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇമ്മച്ചിക്ക് ഞാൻ വള വാങ്ങിക്കൊടുത്താണ്. ഞാനും ആദ്യം കൂടിയിട്ടുള്ളതാട്ടോ. ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് ഗ്യാരണ്ടി വള. കാരണം കുഞ്ഞാമ്മക്ക് വള വാങ്ങിയപ്പോൾ അതേ വരത്തെ ഡിസൈൻ ഉമ്മാക്കും വാങ്ങി. ഉമ്മാക്കും വള ഇല്ല. പിന്നെ ഇതാക്കണിട്ട് നമ്മൾ മലപ്പുറത്തേക്ക് കോട്ടക്കൽക്ക് പോവുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു പണിസ്ഥലത്ത് കാക്കാൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ ഈ കാക്കാൻ്റെ വീട്ടിൽ ഈ സ്കൂട്ടി ഞങ്ങളെ കൊണ്ടുവരാൻ വന്നായിരുന്നു. സ്കൂട്ടി മെല്ലെ കാക്ക. അപ്പോൾ ഇതാക്കണം അവിടുത്തെ പ്രകൃതി കാണാൻ കുറച്ച് നമ്മളെ നാട് വിട്ട് കുറച്ചും കൂടി പോയപ്പോൾ ഭയങ്കര രസമായിട്ടോ. എന്തോ ഒരു ഫീലിങ് പ്രകൃതി കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് പോകുന്നു കേട്ടോ. വീടൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലേക്ക് വന്നു കേട്ടോ. കോട്ടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മയും കുഞ്ഞാമ്മയും വന്നിട്ടുണ്ടായിരുന്നു കോട്ടക്കുന്നുമ്മക്ക്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ആമിമോക്കൊന്ന് കളിക്കും ചെയ്യുക. ആദ്യമായിട്ടാണ് ഓളയും കൊണ്ട് വരുന്നത് കേട്ടോ. പെറ്റിട്ട് അതിൻ്റെ മുന്നൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളച്ചാട്ടമല്ല സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ആമിമോൾക്ക് ആയിട്ടില്ലല്ലോ അതിന്. കാരണം ഞങ്ങൾക്ക് ചെന്നപ്പോൾ പ്രത്യേകിച്ച് തോന്നിയത് വെച്ചാൽ മലയാളികൾ ആരും ഇങ്ങോട്ട് വരലില്ലെന്ന് തോന്നിപ്പോയി. കാരണം ഫുള്ള് ബംഗാളികളാണ്. അപ്പൊ ഞാൻ ഈ കോട്ട് സൂട്ടും ധരിച്ചപ്പോൾ ഞാൻ വരെ ബംഗാളി ആയി പോയെന്ന് സംശയിക്കും. അതെ, ഞാനും ഉമ്മയൊക്കെ പറയുന്നേ ആദ്യം ബംഗാളി ഇന്ന മൂക്കുത്തിട്ട് ബംഗാളി എന്നൊക്കെ. ഐസ്ക്രീം ഞാൻ 3 ആയിട്ടുള്ളൂ. 4 ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് സലാഡ് മറ്റും മറിച്ചൊക്കെ തിന്നൊന്നും തിന്നാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാക്കണം കേട്ടോ. നമ്മളിതാ ചെടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉമ്മച്ചി അത് അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. കാരണം ഉമ്മച്ചിക്ക് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമല്ല. ചെടികൾ കണ്ടു കഴിഞ്ഞാൽ അതെ ആമിമോളെ ദിവസമായിരുന്നു. അതെ, ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിപൊളി കളറായിട്ട് കേട്ടോ ആക്കിയിട്ടുണ്ട്. കാരണം അത്രക്കും അടിപൊളിയായിരുന്നു പറയാക്കാൻ വെച്ച. ഇമ്മയും കുഞ്ഞമ്മയും ബസ്സിനാണ് വന്നത്. ഞങ്ങൾ വണ്ടിക്ക് വന്നത്. ഞങ്ങൾ ആ കാക്കാൻ്റെ വീട് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോന്നിക്കായിരുന്നു കേട്ടോ. പിന്നെ പണ്ടത്തെ കോട്ടക്കുന്നല്ല കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ ആമിമോക്കൊരു ഡോറാബൂജിനൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ അതുമാതിരി താഴത്ത് നമ്മൾ വേറെ അവിടുന്ന് ഉന്തിക്കൊണ്ടുപോകണ വണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങോട്ട് ഇതാട്ടോ വണ്ടി വാങ്ങിയത്. പക്ഷെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേനും
അപ്പോൾ ഇതാക്കണേ നമ്മൾ വീഡിയോ പെരുന്നാൾ കളറാക്കിയത് ഇങ്ങനെയായിരുന്നു. ആമിമോളൊക്കെ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യണേ.